പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും അടുത്തേക്ക് വരിക. ഞങ്ങൾ പറയാൻ പോകുന്ന കഥ ശ്രദ്ധിച്ചു കേൾക്കുക. ചേട്ടായി ചേട്ടായി വല്ലാണ്ട് മിസ് ചെയ്യുന്നടാ പിന്നെ. അതെ സാർ. എന്നാ എനിക്ക് അറിയൂല. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ എപ്പോഴാ കാണുക? സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? അടുത്തിരിക്കണം, കഥ പറയണം, തല്ലുകൂടണം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഒരുമിച്ച് ഫുഡ് കഴിക്കണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനെ കൈകോർത്ത് നടക്കണം. പിന്നെ എന്നിട്ട് ചേട്ടായി എനിക്ക് ഹോസ്റ്റല് വേണ്ട ചേട്ടായി. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? എനിക്ക് അമ്മേനെ കാണണം. വീട്ടിൽ വരണം. പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ഇന്ന് കഞ്ഞിയും പയറോ തന്ന് ചിക്കനോ. ഇവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാനില്ലാത്തോണ്ട് നീ അവിടെ കിടന്നങ്ങ് സന്തോഷിക്കല്ലേ? വേണ്ട. എന്താ അഭിനയം? നല്ല ചളിപ്പുണ്ടോ നോക്കി. അതല്ലേ എന്നോടൊരു സ്നേഹം ഇല്ലാത്തോണ്ടല്ലേ എല്ലാരും കൂടെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയേക്കുന്നത്. എനിക്ക് പഠിക്കണ്ട. ഈ തല അങ്ങോട്ട് പോയി തലവേദന ഉണ്ടാവില്ലായിരുന്നു. ചേട്ടായി ചേട്ടായി ഇരിപ്പുണ്ടാത്തൊന്നുമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞു പോയിന്ന്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ചേട്ടായി റെഡിയായോ? സുന്ദരനായി നോക്കട്ടെ. ഞാനിപ്പോ എന്താ ഓർത്തേന്നറിയോ? എന്നും ഇങ്ങനെ പനിയായിരുന്നെങ്കിലേ എന്നോട് ഒരു ദിവസം വഴക്കുണ്ടാക്കാണ്ട് ചേട്ടായിക്ക് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ. ഇഷ്ടമാണ്. ഇഷ്ടം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ജീവനുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കടാ. വിഷമിക്കല്ലേ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.